അതിശക്തമായ മഴയാണ് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത്. മഴ മാത്രമല്ല, അതിശക്തമായ കാറ്റ്, ഇടിമിന്നൽ, അങ്ങനെ പല രീതിയിലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളമാണ്, ശക്തമായ മഴയാണ്, നിലയ്ക്കാത്ത മഴയാണെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ തുലാവർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പുതിയ വാർത്ത പുറത്തു വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ജാഗ്രത പാലിക്കേണ്ട ഒരു വിവരം പുറത്തു വരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ 27-ന് ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരുന്നു. ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് ഒരു ചുഴലിക്കാറ്റാക്കാനുള്ള സാധ്യതയും നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ആദ്യ ന്യൂനമർദ്ദത്തിന്റെ ഘടനയിൽ മാറ്റമുണ്ടായി. ഇന്ന് രാവിലെ ദക്ഷിണ ആൻഡമാനിലും അതിനോട് ചേർന്നുള്ള തെക്കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും പുതിയ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയായിരുന്നു. ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുമെന്നും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഇന്ന് രാവിലെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം 26, അതായത് മറ്റന്നാൾ 26 എന്ന് പറയുന്നത് ഞായറാഴ്ച, നാളെയാണ്, ഒരു ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. 27-ന് ചെന്നൈ, തിരുവള്ളൂർ, റാണിപ്പേട്ട ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മറ്റ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊടുങ്കാറ്റിന് അതിശക്തമായ കൊടുങ്കാറ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. കൊടുങ്കാറ്റിന് മോന്ത എന്ന് പേരിടാൻ തായ്ലാന്റ് ശുപാർശ ചെയ്തിട്ടുണ്ട്. തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമ്പോൾ അതിനെ സൈക്ലോൺ മോന്ത എന്ന് വിളിക്കും. തമിഴ്നാട്ടിൽ വടക്ക് കിഴക്കൻ കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിവിധ ജില്ലകളിൽ കനത്ത മഴ പെയ്യുകയാണ്. ഇതുമൂലം തമിഴ്നാട്ടിലെ തടാകങ്ങളിലേക്കും അണക്കെട്ടുകളിലേക്കും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഞായറാഴ്ച, അതായത് 26-ാം തീയതി, ഒക്ടോബർ 26, 2025 ഞായറാഴ്ച മുതൽ തമിഴ്നാടിന്റെ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകും. കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതായത് അതിശക്തമായ കാറ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് സൂക്ഷിക്കണം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. കുറച്ച് നാളുകൾക്ക് മുൻപ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ലാനിന എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും. അത് വളരെ ഭയപ്പോടെ, വളരെ ജാഗ്രതയോടെ കൂടെ വേണം നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്നുള്ളൊരു വാർത്തകളൊക്കെ പുറത്തു വന്നു. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ അതും കൂടി ചേർത്ത് കൊണ്ടുപോകണം. കാരണം കൊടുങ്കാറ്റിനാണ് മോന്ത എന്ന് പേര് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഈ വർഷം അവസാനം ലാനിന പ്രതിഭാസം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ ഗവേഷകരുടെ മുന്നറിയിപ്പ്. ഇത് രാജ്യത്ത് കൊടും തണുപ്പിന് കാരണമാകും. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാനിന ഉണ്ടാകാൻ 71% സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഡിസംബർ മുതൽ 2026 ഫെബ്രുവരി വരെ ലാനിന ഉണ്ടാകാനുള്ള സാധ്യത 54%ആണെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണ ഉള്ളതിനേക്കാൾ തണുക്കുമ്പോഴാണ് ലാനിന പ്രതിഭാസം ഉണ്ടാകുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ലാനിന മൂലം വടക്കേ ഇന്ത്യയിലും ഹിമാലയൻ പ്രദേശങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും അനുഭവപ്പെടും. സമുദ്ര ഉപരിതല താപനില 0.5 ഡിഗ്രി സെൽഷ്യസ് താഴെയായി കുറയുകയും തുടർച്ചയായി കുറഞ്ഞ് പാദങ്ങളെങ്കിലും നിലനിൽക്കുകയും ചെയ്താൽ ലാനിനയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് സ്കൈമെറ്റ് വെതറിന്റെ ചെയർമാൻ GP ശർമ്മ അറിയിച്ചു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ എൻസോ ബുള്ളറ്റിൽ പറയുന്നത് ഭൂമധ്യരേഖ പസഫിക്കിൽ നിലവിൽ സമ്മിശ്ര സാഹചര്യമെന്നാണ്. എന്നാൽ ഒക്ടോബർ മുതൽ ലാനിന ഉണ്ടായേക്കുമെന്ന സൂചനയും കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. അതിനാൽ ഈ വർഷം മൊത്തത്തിൽ ചൂടേറിയ വർഷങ്ങളിൽ ഒന്നായിരിക്കില്ല. 2024 മൊഹാലിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതായത് മൊഹാലി എന്ന് പറഞ്ഞാൽ പഞ്ചാബിലാണ്, പഞ്ചാബിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ബ്രസീൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് റിസർച്ചും ചേർന്ന് നടത്തിയ ഒരു പഠനത്തിൽ വടക്കേ ഇന്ത്യയിൽ തീവ്രമായ തണുപ്പ് തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ലാനിന പ്രതിഭാസം നിർണായക പങ്ക് വഹിക്കുന്നതായി കണ്ടെത്തി. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സെപ്റ്റംബർ 15ഓടെ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാൻ സാധ്യതയുണ്ടെന്നാണ്
ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ അറിയിച്ചത്. സാധാരണഗതിയിൽ പിൻവലിയുന്ന തീയതിക്ക് 2 ദിവസം മുമ്പാണ് ഇക്കുറി മൺസൂണിന്റെ പിന്മാറ്റം. സാധാരണയായി സെപ്റ്റംബർ 17ഓടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് മൺസൂൺ പിൻവാങ്ങാൻ തുടങ്ങും. ഒക്ടോബർ 15 വരെ പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്യും. ഈ വർഷം മെയ് 24 കേരളത്തിൽ കാലവർഷം എത്തിയത്. കഴിഞ്ഞ ആഴ്ച വരെ രാജ്യത്ത് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 7.4% കൂടുതൽ മഴ ലഭിച്ചതായാണ് വിവരം. അതായത് നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥാ വകുപ്പൊക്കെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ശക്തമായ മഴ, കാറ്റ്, ഇടിമിന്നലോട് കൂടിയുള്ള മഴ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഇതൊക്കെ ഒരു ജാഗ്രത പുലർത്തി പോകണമെന്ന് പറയുന്നതിന്റെ കാരണം 2 പ്രളയം അഭിമുഖീകരിച്ചവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഓഖിയും 2 പ്രളയവും നമ്മൾ അഭിമുഖീകരിച്ചവരാണ്. അതിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ കരകയറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമ്മളിപ്പോഴും അതിൽ നിന്ന് പൂർണ്ണമായി കരകയറിയിട്ടില്ല. അതിനിടയ്ക്കാണ് ഈ വയനാട്, മുണ്ടക്കൈ, ചൂരൽമലയിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായത്, വീടുകൾ നഷ്ടമായത്, ഉറ്റവരെ നഷ്ടമായത്, അതുവരെയുള്ള സമ്പാദ്യം നഷ്ടമായതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ഉള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കണം. നമ്മൾ തന്നെ അത് എടുക്കണം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടാകും. ഇപ്പോൾ മണ്ടിപ്പെരിയാർ നമ്മുടെ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുമ്പോൾ സ്വാഭാവികമായും ഷട്ടറുകൾ തുറക്കും. പക്ഷെ ആ ഭാഗത്തുണ്ടാകുന്നവരുടെ ഒരു മാനസികമായ ബുദ്ധിമുട്ട്, കാരണം ഡാമിന് വിള്ളലുണ്ടെന്ന് പറയുന്നു, ഡാം പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവിടെയുള്ള ആളുകളുടെ ഒരു മാനസികാവസ്ഥ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന മത്സ്യബന്ധനത്തിന് പോയാൽ മാത്രമേ അന്നുള്ള ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്താൻ അവർക്ക് കഴിയൂ. പലപ്പോഴും കാലാവസ്ഥ ഇത്തരത്തിൽ പ്രതികൂലമായതിനാൽ അവർക്കാർക്കും കടലിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ, എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ, അപ്പോൾ ഈ മഴയും ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുണ്ട്, വെള്ളം കയറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ തോടിന്റെ പുഴയുടെയൊക്കെ ഭാഗത്ത് താമസിക്കുന്നവരാണെങ്കിൽ വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഒരു മഴ ശക്തമായി ഒരു ദിവസം നിന്നാൽ കേരളം വെള്ളത്തിൽ മുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ പ്രകൃതി മുഴുവൻ നമ്മൾ അത്തരത്തിൽ ദ്രോഹിച്ച് ഒരു പരുവമാക്കി വച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഇപ്പോ ഈ സാധാരണ ഈ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഒക്കെ, മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ അതികഠിനമായ ചൂടാണ്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. മാർച്ചിലും മഴയുണ്ട്, ഏപ്രിലും മഴയുണ്ട്, മെയ്യിലും മഴയുണ്ട്, ചിലപ്പോൾ ജൂണിലായിരിക്കും ചൂട് വരുന്നത്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു കാലാവസ്ഥയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ വലിയ രീതിയിൽ നമ്മൾ ജാഗ്രത പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.